പേടിക്കണ്ട. അച്ഛനമ്മയും കൂടെയില്ലേ, പിന്നെന്താ? ഞാനൊന്നും ചെയ്തതല്ല, അറിയാതെ പറ്റിയതാ അമ്മേ. ആ തോക്ക് മോളാണോ ചിപ്പിയുടെ വീട്ടിൽ നിന്ന് എടുത്തത്? ഞാനാ എടുത്തത്. എന്നിട്ട് അന്ന് നമ്മള് അമ്മൂനെ ഇന്ദുവിനെയും കൊണ്ടുവിടാൻ ആ വീട്ടിൽ പോയപ്പോ മോളത് അവിടെ വെച്ച് മറന്നോ അല്ലേ? പോലീസിനെയും വരുവച്ചാ? ഏയ് ഇല്ല, മോള് പേടിക്കണ്ട കേട്ടോ. അഥവാ വന്നാൽ തന്നെ അച്ഛൻ നോക്കിക്കോളാം. രാജീവായതുകൊണ്ടാ മോളെ വെറുതെ വിട്ടത്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ മോളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയേനെ, അല്ലേ ഗൂഗിൾ? അവന്റെ സ്വഭാവം എനിക്കറിയില്ല. ഇതൊക്കെ അവൻ വെറുതെ ചെയ്താണെന്ന് താൻ കരുതുന്നുണ്ടോ? എപ്പോ വേണമെങ്കിലും എനിക്ക് ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റും. ഗൗരിമോളുടെ പേരിൽ ഞാൻ ഒരു കേസ് കൊടുക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ മാത്രമാണ്. അതെപ്പോഴും ഓർമ്മ വേണം. ഇരിക്കാൻ ഒരു സ്ഥലം കൊടുത്താ അവൻ അവിടെ കൊട്ടാരം പണി. ഇനി ഇതും പറഞ്ഞായിരിക്കും അവൻ നമ്മളെ മുതലെടുപ്പ് നടത്തുന്നത്. ഇനി അവന്റെ സകല തെമ്മാടിത്തരങ്ങളും നമ്മൾ സഹിക്കേണ്ടി വരും. എന്തായാലും സ്വന്തം പെങ്ങളുടെ ഭർത്താവല്ലേ, അല്പം മുതലെടുത്താലും സാരമില്ല. പിന്നെ അതുമാത്രമല്ലല്ലോ, നമ്മളിപ്പോ ഒരു കുടുംബമല്ലേ. നമ്മുടെ കുടുംബത്തിലെ ആർക്കും ഒരു കുഴപ്പവും വരാതെ സംരക്ഷിക്കേണ്ട ബാധ്യത രാജീവിനും കൂടെ ഉണ്ടല്ലോ. താണിത് ഏത് ലോകത്താണോ ജീവിക്കുന്നത്? പോലീസുകാരുടെ സ്വഭാവത്തെക്കുറിച്ച് തനിക്ക് അറിയാഞ്ഞിട്ടാ, പ്രത്യേകിച്ചും ദൈവന്റെ കാര്യം. എടോ, ലോകത്ത് ആരോടും ഒന്നിനോടും ഒരാത്മാർത്ഥയില്ലാത്തവനാണ് ഈ രാജീവ്. ചത്ത ശവത്തിന്റെ കയ്യിൽ നിന്ന് വരെ കൈക്കൂലി വാങ്ങുന്നവന് അവനെന്ത് കുടുംബം, എന്ത് ബാധ്യത. ഇത് നമ്മളെ ഒന്ന് വരുതിക്ക് നിർത്താൻ അവന് കിട്ടിയ ഗോൾഡൻ ചാൻസാ. ഇനി അവനത് നല്ലപോലെ ഉപയോഗിക്കും. അവന്റെ തനി സ്വഭാവം ഇനി നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. അതൊക്കെ നമുക്ക് സഹിക്കാം. നമ്മുടെ മോക്ക് വേണ്ടിയല്ലേ. ഒരു കുഴപ്പം കൂടാതെ നമുക്ക് അവളെ തിരിച്ചു തന്നല്ലോ, അതാണ് വലിയ കാര്യമല്ലേ. ഇതിന്റെ പേരിൽ മോളെ ജുവനൈൽ ഹോമിലാക്കിയിരുന്നെങ്കിലോ, പത്രത്തിൽ എന്തെങ്കിലും വാർത്ത വന്നിരുന്നെങ്കിലോ, വേണമെങ്കിൽ രാജീവിന് കേസ് കൊടുക്കായിരുന്നല്ലോ. പക്ഷെ നമ്മുടെ മോക്ക് വേണ്ടി രാജീവ് എല്ലാം ഒതുക്കി തീർത്തില്ലേ. അങ്ങനെ രാജീവ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു നമ്മുടെ അവസ്ഥ? എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ രാജീവ് തന്നെയാ നമ്മുടെ മോളെ രക്ഷിച്ചത്.